أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ونزعنا ما في صدورهم من غل تجري ونزعنا ما في صدورهم من غل تجري من تحتهم الأنهار وقالوا الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله لقد جاءت رسل ربنا بالحق لقد جاءت رسل ربنا بالحق ونودوا أن تلكم الجنة أورثتموها ونودوا أن تلكم الجنة أورثتموها بما كنتم تعملون ونادى أصحاب الجنة أصحاب النار ونادى أصحاب الجنة أصحاب النار أن قد وجدنا ما وعدنا ربنا حقا فهل وجدتم ما وعد ربكم حقا قالوا نعم فأذن مؤذن بينهم أن لعنة الله على الظالمين الذين يصدون عن سبيل الله ويبغونها عوجا وهم بالآخرة كافرون. സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ആ സ്വർഗത്തിൽ നടക്കുന്ന സംഭാഷണങ്ങളെക്കുറിച്ചുമാണ് ഇവിടെ പറയുന്നത്. പ്രധാനമായും നമ്മളിന്ന് വായിക്കുന്ന ഈ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ സ്വർഗം എന്ന് പറഞ്ഞ് നമ്മൾ ഖുർആനിൽ നിന്നും അതേപോലെ തന്നെ നബി വചനങ്ങളിൽ നിന്നും സ്വർഗത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ വളരെ പ്രധാനമായിട്ടൊരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ ഭൗതിക ജീവിതത്തിലെ ജീവിതാനുഭവങ്ങളുടെ ഒരു ഉന്നതമായ രൂപമാണ് സ്വർഗത്തിൽ മനുഷ്യൻ അനുഭവിക്കുന്നത് എന്നാണ് മനസ്സിലാവണം.
അതായത് കുല്ലമാ റുസുഖു മിൻഹാ മിൻ സമറത്തിൻ റിസ്ഖൻ ഖാലു ഹാദല്ലദീ റുസുഖനാ മിൻ ഖബൽ. അതായത് അവർക്ക് അവിടുന്ന് പഴങ്ങൾ കൊടുക്കപ്പെടുമ്പോൾ അവർ പറയും ഇത് ഞങ്ങൾക്ക് മുമ്പ് നൽകപ്പെട്ടതാണല്ലോ. അപ്പൊ പറഞ്ഞ ഫഅ്തുബിഹി മുതശാബിഹ, അതായത് ദുനിയാവിലെ ആ പഴങ്ങളോട് സാദൃശ്യമുണ്ടാകും, പക്ഷെ ദുനിയാവിലെ പഴങ്ങളല്ല അവർക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ എത്രമാത്രം എന്ന് വെച്ചാൽ ഹദീസിൽ ഇത്രമാത്രം ഉണ്ട്. അതായത് ചില ആളുകൾക്ക് സ്വർഗത്തിൽ നിന്ന് ആഗ്രഹം തോന്നുന്നതാണ് ഒന്ന് കൃഷി ചെയ്താലോ. അവിടെ ഇപ്പോൾ ഒരാൾക്ക് അവർക്ക് ഭക്ഷണത്തിന് വേണ്ടി കൃഷി ചെയ്യേണ്ടെന്നും ആവശ്യമില്ലല്ലോ, പക്ഷെ കൃഷി ചെയ്യുന്നതിലുള്ള ഒരു ആത്മസംതൃപ്തി അതിനു വേണ്ടി ആഗ്രഹിക്കുന്ന, അപ്പൊ അയാൾക്ക് അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളും സൗകര്യങ്ങളും അള്ളാഹു ഏർപ്പെടുത്തി കൊടുക്കുമെന്ന് വരെ ഹദീസുകളിലുണ്ട്. അപ്പൊ മൊത്തത്തിൽ നമ്മൾ കാണുമ്പോൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണം ഇഹലോകവും പരലോകവും സ്വർഗവും തമ്മിൽ ഒരു നിലക്കും നമുക്ക് സാദൃശ്യപ്പെടുത്താൻ പറ്റൂല. പക്ഷെ മനുഷ്യന്റെ ജീവിതത്തിന്റെ അത്യുന്നതങ്ങളായൊരു രൂപമാണ് അവിടെ. അവിടെ ഇണകളുണ്ട്, വലഹും അസുവാജും മുത്തഹറ പറയുന്നുണ്ടല്ലോ, പഴങ്ങളുണ്ട്, അതേപോലെ തന്നെ പല സംഗതികളെ കുറിച്ചും അവിടെ പറയാണ്. പക്ഷെ എന്താ വെച്ചാൽ തികഞ്ഞ വ്യത്യാസം എന്ത് ചെയ്യുന്നുണ്ട്, അവിടുത്തെയും ഇവിടുത്തെയും ജീവിതം തമ്മിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോഴും നിങ്ങൾ ആരോഗ്യത്തോടു കൂടെ ഇരിക്കുവീൻ, ഇനി നിങ്ങൾക്കൊരിക്കലും രോഗം ബാധിക്കുകയില്ല. അപ്പൊ അതെങ്ങനെ നമ്മൾ സങ്കല്പിക്കുക, രോഗം നിറഞ്ഞ ഒന്ന് ഒരിക്കലും സ്വർഗത്തിൽ ഉണ്ടാവില്ല. നിങ്ങൾ സുഖജീവിതം ആസ്വദിക്കുകയും നിങ്ങൾക്ക് ഇനി ഒരിക്കലും നിരാശ ഉണ്ടാവുകയില്ല. അതായത് എത്ര കാലം ജീവിച്ചാലും എന്തെങ്കിലും ഒരു നിരാശ ജീവിതത്തിൽ വരുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല. നിങ്ങൾ യുവത്വത്തോടു കൂടെ ഇരിക്കുകയും നിങ്ങൾക്കൊരിക്കലും വാർദ്ധക്യം ബാധിക്കുകയില്ല. മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്കകളാണ് ഇതൊക്കെ. രോഗം വരൂ, അതേപോലെ തന്നെ എന്താണ് നിരാശ ബാധിക്കുമോ, അതേപോലെ തന്നെ എന്താണ് വാർദ്ധക്യം വരുമോ, ഇതൊക്കെയാണ് മനുഷ്യന്റെ വലിയ പ്രശ്നങ്ങൾ. നിങ്ങൾ ശാശ്വതരായിരിക്കുകയും നിങ്ങൾ ഒരിക്കലും ഇനി മരണപ്പെടുകയില്ല, മരിക്കണ പ്രശ്നമല്ല. അപ്പൊ അങ്ങനത്തെ ഒരു സംഗതിയാണ് എന്ത് സ്വർഗം എന്ന് പറഞ്ഞാൽ. അപ്പൊ ആ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ഇവിടെ പറഞ്ഞപ്പോൾ വന്ന പ്രയോഗങ്ങളൊന്നും നോക്ക് നിങ്ങൾ. നരകത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ലഹുമിൻ ജഹന്നമ മിഹാദുൻ വമിൻ ഫൗഖിഹി മുഹവാഷ്ന. നരകത്തെക്കുറിച്ച് പറയുമ്പോൾ പറഞ്ഞത് നരകത്തിൽ തീയിന്റെ വിരിപ്പുകൾ, മേലെ എന്താണ് തീ കൊണ്ടുള്ള കവചങ്ങൾ, പുതപ്പുകൾ. വകദാലിക നജസിൽ ളാലിമീൻ. എന്നാൽ സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ പറയണത് എന്താന്ന് വിചാരിച്ചാൽ, അതായത് ഇപ്പൊ ഇവിടുത്തെ നമ്മൾ ദുനിയാവിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരുത്തനൊരു സ്ഥാനമോ അല്ലെങ്കിൽ സാമ്പത്തികമായ വല്ല പുരോഗതിയോ നിലവാരം ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ദുനിയാവിലെ ഏറ്റവും വലിയ പ്രശ്നം. ദുനിയാവിലെ ഏറ്റവും വ്യക്തികൾ തമ്മിലുള്ള അല്ലെങ്കിൽ ഈ രാഷ്ട്രീയം, സംഘടന, കൂട്ടായ്മകളൊക്കെ തമ്മിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ ഏതെങ്കിലും ഒരു വ്യക്തി ജനങ്ങളാൽ ആദരിക്കപ്പെടുന്നതോ ഒരാൾക്കൊരു സ്ഥാനം അനുവദിക്കപ്പെടുന്നതോ മറ്റുള്ളവർക്ക് സഹിക്കാൻ പറ്റൂല എന്നാണ്. അപ്പൊ ആ സഹിക്കാൻ പറ്റായ്മ കൊണ്ട് തന്നെ ആ മനസ്സിന്റെ ഈർഷ്യതയും വിദ്വേഷവും അമർഷവും തീർക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാന്നുള്ളതാണ് ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞത് എന്താ വെച്ചാൽ അതുണ്ടാവില്ല. ഒരു പക, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ജീവിത സാഹചര്യങ്ങളോട് മനസ്സിന്റെ ഉള്ളിൽ ഒരു പക തോന്നൂല എന്നുള്ളതാണ്. നരകത്തിൽ അടിയിലും വിരിപ്പ് മേലെയും വിരിപ്പ് എന്ന് പറഞ്ഞപ്പോൾ സ്വർഗം വിശദീകരിക്കും. അതിന് നേരെ തൊട്ടടുത്ത് സ്വർഗം പറയുമ്പോൾ അല്ല പറയണത് മനസ്സിന്റെ ഉള്ളിൽ എന്താണ് വിദ്വേഷത്തിന്റെയോ ഉൾപ്പകകളുടെയോ ഒരു ലാഞ്ചന പോലും ഉണ്ടാവില്ല. അതാണ് എടുത്ത് കളയുന്നതാണ്. ശരിക്കും എന്താ വെച്ചാൽ ധാരാളം ആളുകൾ ജീവിതത്തിൽ അവർക്കൊരു സുഖവും കിട്ടാത്തത് തന്നെ എന്താന്ന് വിചാരിച്ചാൽ ഈ മറ്റുള്ളവരുടെ അസൂയയും പകയും കാരണം അവനവന്റെ ജീവിതം ആസ്വദിക്കാൻ പറ്റണില്ല. നമ്മൾ വേറുള്ളവനോട് ഇങ്ങനെ അമർഷിച്ചിട്ട് നടന്നാൽ ഓനെങ്ങനെ നശിപ്പിക്കാന്ന് ചിന്തിച്ച് നടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനൊരു സുഖവും കിട്ടൂല. സ്വർഗത്തിലെ സുഖജീവിതം അനുഭവിക്കാൻ മനുഷ്യന് കാട്ടുന്ന കാര്യം അവിടെ മറ്റുള്ളവരോടൊരു വിദ്വേഷവും എന്തുണ്ടാവൂല, ഒറ്റ സംഗതിയും തോന്നൂല എന്നാണ്. മനസ്സിലായില്ലേ? പിന്നെ സ്വർഗവാസി ഒരു സ്വർഗം എന്തൊരുതരം ജീവിതത്തിലെ വലിയ അനുഭൂതികളും സന്തോഷങ്ങളും ഉണ്ടാകുമ്പോൾ ഓരോരുത്തരുടെ ഓരോ കമന്റുകൾ ഉണ്ടാവുമല്ലോ. ജീവിതത്തിൽ വല്ല സന്തോഷ നിമിഷങ്ങൾ, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഹജ്ജ് യാത്ര സൗകര്യപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഒരു വിവാഹം നടക്കുമ്പോൾ,
ഒക്കെ മനുഷ്യന് അങ്ങേയറ്റം സന്തോഷം ഉണ്ടാകുന്ന ജീവിത മുഹൂർത്തങ്ങളുണ്ടല്ലോ. ഇതേപോലെ എന്താ വെച്ചാൽ ഇതിങ്ങനെ ബേജാറായി നാളെ പരലോകത്ത് സ്വർഗത്തിൽ ആളുകൾ എത്തിച്ചേരുമ്പോൾ ആ സ്വർഗത്തിൽ വെച്ച് പറയുന്ന വാക്ക് ഒരാളും വിചാരിക്കൂല എന്നാണ്. സ്വർഗം കിട്ടിയ ഒരാൾ ഞാനൊക്കെയാണ് പണിയെടുത്തിട്ട് വാങ്ങിയത് തന്നെയാണ് എന്നൊരാളും പറയില്ല എന്നാണ്. അങ്ങനെ സ്വർഗത്തിൽ സുഖവിഭവങ്ങളിൽ എത്തുന്ന ഒരാൾക്ക് അങ്ങനെ പറയാൻ കഴിയൂല. ഇതൊക്കെ ഞാൻ അതിനെന്താണ് പണിയെടുത്ത് മെനക്കെട്ട് നേടിയതാണ് എന്ന് പറയില്ല. ഇതൊക്കെ പടച്ചോൻ എനിക്കൊരു തൗഫീക്ക് തന്നതാണെന്നാണ്. എന്നുവെച്ചാൽ കുറേ ഘടകങ്ങളുണ്ട് സ്വർഗം കിട്ടാൻ. അമല് ചെയ്താൽ പോരാ, പടച്ചോൻ അത് കബൂൽ ചെയ്യണ്ടേ. അമല് ചെയ്യാനല്ലേ നമുക്ക് പറ്റുള്ളൂ. സ്വീകരിക്കേണ്ട ആളാരാണ്? പടച്ചോനാണ്. സ്വീകരിച്ചില്ലെങ്കിലോ കഴിഞ്ഞില്ലേ. നമ്മളെ മനസ്സിൽ പാകുള്ളൊരു പ്രതീക്ഷ ഇപ്പം എന്താ? കുറെ അമലുകളാണ് ചെയ്താൽ സ്വർഗം കിട്ടൂല. സ്വർഗം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അള്ളാഹു അമലുകൾ എന്ത് ചെയ്യണം? കബൂൽ ചെയ്യണം, സ്വീകരിക്കണം. അലേനെ കിട്ടുക. ഇനി മറ്റൊന്ന്, അള്ളാഹു സ്വീകരിക്കണം മാത്രമല്ല, അമലുകൾ ചെയ്യാനുള്ള എന്ത് വേണം? ഒരു തൗഫീക്ക് വേണം. അത് വലിയ കാര്യമില്ല. അമലുകൾ ചെയ്യാനുള്ള എന്ത് വേണം? ഒരു തൗഫീക്ക്. അള്ളാഹുവിൻ്റെ അടുക്കിൽ നിന്നുള്ള എന്ത് വേണം? ഒരു സഹായം വേണം. നന്മകൾ കിട്ടുന്ന എല്ലാ അവസരങ്ങളിൽ നിന്നും വഴികളിൽ നിന്നും മാറി ജീവിക്കുന്ന എത്ര മനുഷ്യന്മാരുണ്ട് ഇവിടെ. മനസ്സിലല്ലേ? പള്ളിക്കും അവരെ വീടിനും ഒരു ഗേറ്റേ കയറാം. പക്ഷെ പള്ളിക്കൊക്കെ ഒരു ഭക്തന് എന്ത് ചെയ്യാൻ പറ്റൂല? ജമാഅത്തിന് പോയി നോക്കിയിട്ടുണ്ടാവൂല. അതിന് തോന്നണം, മനസ്സിൽ എന്ത് ചെയ്യണം? അതിനെന്ത് വേണം? ഒരു തൗഫീക്ക് കിട്ടണം. അല്ലെങ്കിൽ എന്താ കാട്ടുക? വലിയ വലിയ പണ്ഡിതന്മാരെ ആലിമീങ്ങൾ ഓൽക്കൊക്കെ എന്തൊക്കെ അറിയാം? ഇസ്ലാമിൻ്റെ അഖീദയും തൗഹീദൊക്കെ എത്ര അറിയാം? എന്നാൽ പച്ച ശിർക്ക് ചെയ്ത് ജീവിക്കുന്ന എത്ര ആളുകളുണ്ട്. ഓൽക്ക് അതാണ് വിട്ടിട്ട് തൗഹീദ് സ്വീകരിക്കാനുള്ള എന്ത് കിട്ടുന്നില്ല? തൗഫീക്ക് കിട്ടണില്ല. അവിടെ സ്വർഗം കിട്ടുന്ന ആളെന്താ പറയാ? വഖാലുൽ ഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ, ഞങ്ങളെ ഇതിലേക്ക് വഴി കാണിച്ച അള്ളാഹുവിന് എന്താണ് സർവസ്തുതിയും. പടച്ചോനെ, നീ ഞങ്ങൾക്ക് വഴി കാണിച്ചിരുന്നെങ്കിൽ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്, ഞങ്ങൾ ഒരിക്കലും എന്താകുമായിരുന്നില്ല? ഈ സന്മാർഗത്തിൽ വരുമായിരുന്നില്ല എന്ന് അവരോട് പറയപ്പെടും എന്നാണ്. അപ്പൊ അതാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ കേട്ടോ. എന്നാൽ അതോടൊപ്പം തന്നെ പറയുന്നുണ്ട് എന്താണ്? ഈ സ്വർഗക്കാരായ ആളുകൾ നരകക്കാരെ വിളിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അവരവിടെ വെച്ചുകൊണ്ടുണ്ടാകുന്നൊരു സംഭാഷണം, അതും എന്ത് ചെയ്യുന്നുണ്ട്? ഇതിൽ പറയുന്നുണ്ട്. ആ സംഭാഷണവും പ്രധാനം തന്നെയാണ്. കാരണം എന്താണെന്ന് വിചാരിച്ചാൽ, സ്വർഗക്കാർ പറയണം നരകക്കാരോട്, ഞങ്ങളോട് ഞങ്ങളെ പടച്ചോൻ പറഞ്ഞ കാര്യം ഞങ്ങൾക്ക് സത്യമാണെന്ന് ബോധ്യപ്പെട്ടു. എന്നാൽ നിങ്ങൾ നരകത്തിലാണല്ലോ, നിങ്ങൾക്ക് പറഞ്ഞത് സത്യമാണ്, നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടോ? അവിടെ വെച്ച് എന്ത് ചെയ്യും? ചോദിക്കുന്നതാണ്. അപ്പൊ ഈ ആയത്തുകൾ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ, ഇതൊക്കെ യാഥാർത്ഥ്യമാണെന്നുള്ളതാണ്. ഇതൊക്കെ സത്യമാണെന്നാണ്. മനസ്സിലായില്ലേ? മരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ സ്വർഗം പുലരും, നരകവും പുലരും. കാരണം സ്വർഗം കാണിച്ചു കൊടുക്കൂല്ലേ? മരിക്കണ ആൾക്ക് സ്വർഗം കാണിച്ചു കൊടുക്കൂലേ? വിചാരണയും കബറൊന്നും കഴിയണ്ട, സ്വർഗം കാണിച്ചു കൊടുക്കും. അപ്പൊ നമ്മൾ ഈ കേട്ട് പരിചയിക്കുന്ന ഈ ഒരു വർത്തമാനങ്ങൾ എന്താണ്? സത്യമാണെന്ന് ബോധ്യപ്പെടുന്ന നിമിഷങ്ങൾ മനുഷ്യന് വരാനും. പക്ഷെ അതൊക്കെ കണ്ടുമുട്ടുമെന്ന യാഥാർത്ഥ്യ ബോധത്തോടെ എത്ര ആളുകൾ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഗൗരവപരമായി ചിന്തിക്കേണ്ട കാര്യമാകുന്നു. നമ്മൾ വായിച്ചു നോക്കുക, വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ തജ്രി മിൻ തഹ്തിഹിമുൽ അൻഹാർ വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗിൽ. വനസഅന എന്ന് പറഞ്ഞാൽ നമ്മൾ നീക്കിക്കളയുന്നതാണ്, നാം ഊരിയെടുക്കുന്നതാണ്. മാഫി സുദൂരിഹിം, അവരുടെ ഹൃദയങ്ങളിലുള്ളത്, മിൻ ഗില്ലിൻ, വിദ്വേഷങ്ങളിൽ നിന്ന്. എന്താണ്? പക, അസൂയ, വിദ്വേഷം, ഈർഷ്യത. ഇതാണ് മനുഷ്യന്റെ അടിസ്ഥാനം. മനസ്സിലായി? നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ, ഒരാൾക്കെതിരെ സംസാരിക്കുമ്പോൾ എല്ലാം മനസ്സിൽ അതിനൊക്കെ പ്രേരിപ്പിക്കുന്ന ഘടകം അയാളോടുള്ളൊരു വിരോധം, പക, വിദ്വേഷം. ഇതാണ് മനുഷ്യന്റെ ബേസ്. എന്നിട്ട് എന്ത് ചെയ്യും? വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ തജ്രി മിൻ തഹ്തിഹിമുൽ അൻഹാർ, അവിടെ അടിഭാഗത്തുകൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന, താഴ്വാരത്തിലൂടെ
നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗ്ഗം എന്നാണ്. ഈ നദികൾ ഇങ്ങനെ യുഫജ്ജിറൂനഹ തഫ്ജീറ എന്നാണ്. നമുക്കിഷ്ടമുള്ള സ്ഥലത്ത് കൂടെയൊക്കെ എന്താണ് സ്വർഗത്തിന്റെ നദികളെ എന്ത് ചെയ്യും, ഒഴുക്കിക്കൊണ്ടിരിക്കുമെന്നാണ് പറയണത് കേട്ടോ. എന്താണ് വയഖ്ലുഖുല്ലാഹു ലഹു മിനൽ കറാമ, അതായത് ഈ സ്വർഗം എന്ന് പറഞ്ഞാൽ തന്നെ ആ സ്വർഗത്തിന്റെ പരമോന്നതയും സുഭിക്ഷതയും സുഖലോലുപതയും എല്ലാം സ്വർഗത്തേക്ക് വരുന്ന ആൾക്കുള്ള ഒരു ഇഹ്തിറാമാണെന്നാണ്, ഒരു റെസ്പെക്റ്റ്. ഈ സ്വർഗത്തേക്ക് വരുന്ന ആളെ ആ ആൾക്ക് അള്ളാഹു കൊടുക്കുന്ന അങ്ങേയറ്റത്തെ ആദരവാണെന്ത്, സ്വർഗത്തിന്റെ സജ്ജമാക്കൽ. അത്രയും ഉന്നതമായൊരു സുഖ തയ്യാറാക്കുന്നത് ആ വരുന്ന ആളെ യോഗ്യതയിൽ. ആ വരുന്ന ആൾക്കുള്ള എന്താണ് എന്താണ് ഒരു ബഹുമാനം, ഒരാദരവ്. മാബിഹി യഹ്സുലു ലികുല്ലി വാഹിദിൻ മിൻഹും അൽ ഗിബ്തതു വസ്സുറൂർ. ആ സ്വർഗത്തിൽ കയറുന്ന ഏതൊരാൾക്കും അങ്ങേയറ്റത്തെ സന്തോഷവും ആഹ്ലാദവും എന്ത് ചെയ്യും, അയാൾക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുമെന്നർത്ഥം. വയറ അന്നഹു ലാ ഫൗക മാ ഹുവ ഫീഹി മിനൻ നഈം. എന്താണ് ഇതിനേക്കാളും വലിയൊരു സുഖം ജീവിതം ഇനി എന്തായാലും ഉണ്ടാവൂല എന്നാണ് എന്ത് ചെയ്യാ വിചാരിക്കുക. അപ്പൊ എന്താ വിചാരിച്ചാല് നമ്മളിപ്പോ ഇവിടെ അസൂയ വെക്കാനും വിദ്വേഷം വെക്കാനൊക്കെ കാരണം എന്താ വെച്ചാൽ നമ്മക്കില്ല, വേറെല്ലോർക്കുണ്ട്. അവനെന്താ അങ്ങനെ ഉണ്ടാവാന്നാണ്. സ്വർഗത്തിൽ അതിന്റെ ആവശ്യമില്ലല്ലോ. അവനവന് ഇഷ്ടമുള്ളതും ആഗ്രഹമുള്ളതും ഒക്കെ കിട്ടൂലേ. പിന്നെ നമ്മൾ വേറുള്ളവന്റെ നോക്കി ഇങ്ങോട്ട് ഇടങ്ങേറാകേണ്ട ഒരു കാര്യമില്ല. വേറുള്ളവന്റെ നോക്കി ബുദ്ധിമുട്ടാവേണ്ട ഒരു കാര്യമില്ല. ഞമ്മക്ക് തന്നെ ഇഷ്ടം പോലെ കിട്ടുമ്പോ പിന്നെ ഇപ്പൊ എന്തിനാ നമ്മൾ അതിനെന്ത് ചെയ്യണത്, ബുദ്ധിമുട്ടേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിക്കണത്. ഞമ്മക്ക് തന്നെ അള്ളാഹു എന്ത് ചെയ്യും, ഇഷ്ടം പോലെ തരുന്നതാണ്. അതുകൊണ്ട് പരസ്പരമായ വിരോധമോ വിദ്വേഷമോ അസൂയയോ ഒന്നുമില്ല. കാരണം അസൂയയുടെ കാരണങ്ങൾ നശിച്ചു. അസൂയപ്പെടാനുള്ള ഒരു കാരണമല്ലല്ലോ അസൂയ. എന്താ, വേറൊരുത്തന്റെ പുരോഗതി കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന മാനസിക വിഷമമാണ്. അയാളെ നശിച്ച് കാണാനുള്ള മനസ്സിന്റെ ഒരു കൊതിയാണ് അസൂയ. അതിന്റെ ആവശ്യമില്ല. നമ്മൾ മോഹിച്ചതൊക്കെ നമുക്ക് കിട്ടുമ്പോ വേറുള്ളവന് കിട്ടണിപ്പോ നമ്മൾ എന്തിനാ വെറുതെ ഇടങ്ങാറായി അസൂയക്കേണ്ട കാര്യമൊന്നുമില്ലേ. ആ സാഹചര്യങ്ങളെ തന്നെ നശിപ്പിച്ച് കളയുന്ന. എന്നിട്ട് എന്ത് ചെയ്യും, എന്ത് ചെയ്യും, താഴ്വാരത്തിലൂടെ എന്ത് ചെയ്യും, നദികള് അവരുടെ അടിഭാഗത്തു കൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ്. അതായത് ഇപ്പോ എവിടെ നദി ഒഴുകണമെന്നൊരു മനുഷ്യൻ ആഗ്രഹിക്കുന്നുവോ അതിലെ നദി ഒഴുകുന്നാണ്. അത് കൊട്ടാരത്തിന്റെ ഇടയിലൂടെ, അയാൾ താമസിക്കുന്ന കെട്ടിടങ്ങൾക്ക് അടിയിലൂടെ ഒക്കെ എന്ത് ചെയ്യും, നദികൾ അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമെന്നാണ് പറയുന്നത്. ഉന്നതമായ മണിമന്ദിരങ്ങളാണ്, മണിമാളികകളാണ്, തട്ടുതട്ടായിട്ടുള്ള മണിമാളികകളാണ് സ്വർഗത്തിൽ എന്ത് ചെയ്യണത്, നിറഞ്ഞു നിൽക്കുന്നത്. ഔഫി റിയാൽ ജന്ന, സ്വർഗത്തിന്റെ തോട്ടങ്ങൾ, അവിടെ കൂടെ ഒക്കെ നദികൾ ഒഴുകുന്നതാണ്. മിൻ തഹ്തി തിൽക്കൽ ഹദാഇഖ് അസ്സാഹിറാത്ത്, പുഷ്പിച്ചു നിൽക്കുന്ന പ്രശോഭിതമായി നിൽക്കുന്ന തോട്ടങ്ങൾക്ക് അടിയിലൂടെ കേട്ടോ. ഭയങ്കരമായ ഈ സ്വർഗത്തിലെ നദികളുടെ പ്രത്യേകത എന്താ തരുന്നത്? സ്വർഗത്തിലെ നദികൾക്ക് ഒഴുകാൻ ഉഹ്ദൂദ് വേണ്ട, ചാലുകൾ വേണ്ട. ചാലുകളില്ലാതെ ഒഴുകുന്ന നദികൾ. നമ്മളെ സങ്കല്പങ്ങളൊക്കെ തെറ്റാണ്. ഇവിടുത്തെ സംവിധാനങ്ങളോ ചുറ്റുപാടുകളോ ഒന്നുമില്ല. അതാണ് അന്നഹാ തജ്രി ഫീ ഗൈരി ഉഖ്ദൂദ്, കിടങ്ങുകളില്ലാതെ എന്ത് ചെയ്യും, സ്വർഗത്തിലെ നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ്. വഖൈറാത്തുൻ ലൈസ ലഹാ ഹദ്ദുൻ മഹ്ദൂദ്, നിർണയമില്ലാത്ത പരിധികളില്ലാത്ത വിശാലമായിട്ടുള്ള ഒഴുക്കുകളായിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. ആ സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവരെന്ത് പറയും? വഖാലുൽ ഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. വഖാലു, അങ്ങനെ സ്വർഗത്തിലുള്ള ആളുകൾ പറയും, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. എന്താണ്? അല്ലാഹുവിന് സർവസ്തുതി എന്ന് പറയും. അല്ലാഹുവിന് സർവസ്തുതി എന്ന് പറയും. അല്ലദീ ഹദാനാ ലിഹാദാ,
എന്താണ്? ഞങ്ങളെ ഇതിലേക്ക് വഴി ചേർത്തു തന്ന അള്ളാഹുവിന് സർവസ്തുതി എന്നവർ പറയുന്നതാണ്. ഐ മന്ന അലൈന, ഞങ്ങളുടെ മേൽ അവൻ അനുഗ്രഹം ചൊരിഞ്ഞു. വഔഹാ ഇലാ ഖുലൂബിനാ, എന്ത് ചെയ്തു? അള്ളാഹ് ഞങ്ങളെ മനസ്സിൽ തോന്നിപ്പിച്ചു തന്നു. എന്ത്? ഇത് വിശ്വസിച്ചോ, ഇത് സ്വീകരിച്ചോ, ഇങ്ങനെ ജീവിച്ചോ, നന്നായിക്കോ എന്ന് പറഞ്ഞു. വൻകാദത്തിൽ അഅ്മാലിൽ മൂസില ഇലാ ഹാദത്താർ, അങ്ങനെ ഞങ്ങൾ ഈ സ്വർഗത്തേക്ക് എത്തിക്കുന്ന നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് തോന്നി. വഹഫിദല്ലാഹു അലൈനാ ഈമാനനാ വഅഅ്മാലനാ, ഞങ്ങളുടെ പ്രവർത്തനങ്ങളെയും ഈമാനിനെയൊക്കെ അള്ളാഹു എന്ത് ചെയ്തു? സംരക്ഷിച്ചു തന്നു. അങ്ങനെ ഹത്ത ഔസൽനാ ബിഹാ ഇലാ ഹാദിഹി ദാർ, അങ്ങനെ അവസാനം ഞങ്ങൾ അള്ളാഹ് സ്വർഗത്തേക്ക് എത്തിച്ചു. നല്ലത് ചെയ്യാൻ ഞങ്ങളെ തോന്നിപ്പിച്ച്, ഞങ്ങൾ നല്ലത് ചെയ്ത്, അത് അള്ളാഹു സ്വീകരിച്ച്, അത് അള്ളാഹു കാത്തു സൂക്ഷിച്ചു വെച്ച് ഞങ്ങളെ അള്ളാഹു എന്ത് ചെയ്തു? സ്വർഗത്തിലേക്ക് എത്തിച്ചു. അതുകൊണ്ട് ഫനിഅ്മർ റബ്ബുൽ കരീം അല്ലദീ ഇബ്തദഅനാ ബിന്നിഅം, അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്ന അള്ളാഹു എത്ര മഹാപരിശുദ്ധനാണ്, എത്ര ഉന്നതനാണ് എന്ന് പറയുന്ന കണക്കില്ലാത്ത അനുഗ്രഹങ്ങളാണ് അവർക്ക് കിട്ടുക. വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്, അള്ളാഹു ഞങ്ങളെ വഴി ചേർത്ത് തന്നില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഈ നേർമാർഗം സ്വീകരിക്കുമായിരുന്നു. ലൈസ ഫീ നുഫൂസിനാ ഖാബിലിയത്തുൽ ലിൽ ഹുദാ ലൗലാ അന്നഹു തആലാ മൻ ബിഹിദായതിഹി വത്തിബാ റുസുലിഹി. എന്താണ്? അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ പിൻപറ്റാനും ഈ ഹിദായത്തേക്ക് വരാനും ഹിദായത്ത് സ്വീകരിക്കാനും ഞങ്ങളെ മനസ്സിന് തോന്നിയില്ലെങ്കിലോ എന്താ കാട്ടും? ഇപ്പൊ നമ്മളെ വീട്ടിൽ തന്നെ ജ്യേഷ്ഠൻ എല്ലാ ദീനനുസരിച്ച് ജീവിക്കുന്ന അനുജൻ എന്ത് ചെയ്യുന്നു? ആ വഴിക്ക് തിരിഞ്ഞു നോക്കാൻ നടക്കണ്. അതിന് തിരിച്ച് മാറിയ പോലെ ആ ഏട്ടനും അനുജനും അനുജൻ ജ്യേഷ്ഠനും ആയ കഴിഞ്ഞില്ല കാര്യം. ഞാൻ പറഞ്ഞത് ഒരു മാറ്റം. വാപ്പ ദുർമാർഗത്തിൽ ജീവിക്കുന്നു, മക്കൾ നല്ല മാർഗത്തിൽ ജീവിക്കുന്നു. ചെറിയൊരു പേവ് പറ്റിയാൽ എന്ത് ചെയ്തു? പോയി. എന്താ കാട്ടാൻ പറ്റുമെന്നാണ്. വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് ലഖദ് ജാഅത് റുസുലു റബ്ബിനാ ബിൽ ഹഖ്, ലഖദ് ജാഅത് റുസുലു റബ്ബിനാ, തീർച്ചയായും ഞങ്ങളുടെ റബ്ബിന്റെ ദൂതന്മാർ വന്നു, ബിൽ ഹഖ്, യാഥാർത്ഥ്യവുമായി കൊണ്ട്. കണ്ടോ, സ്വർഗത്തിൽ നിന്ന് അവർ പറഞ്ഞ വാക്കാണെന്ത്? ഞങ്ങളെ പടച്ചോൻ പ്രവാചകന്മാർ മുഖേന ഞങ്ങൾക്ക് അറിയിച്ചു തന്ന കാര്യങ്ങൾ സത്യമായിരുന്നു എന്ന് എങ്ങനെയൊക്കെ മനസ്സിലായി? സ്വർഗത്തിലെത്തി. അവർ സ്വർഗമുണ്ട് എന്ന് നമ്മളോട് പറഞ്ഞിരുന്നത് എന്താണ്? സത്യമായത് കൊണ്ടാണ് നമുക്ക് എന്തായത്? ഇവിടെ എത്താൻ പറ്റി. അപ്പൊ സ്വർഗത്തു നിന്ന് അവർക്ക് ബോധ്യപ്പെടാണ് ഞങ്ങളോട് പറഞ്ഞത് എന്തായിരുന്നു? സത്യമായി. ലഖദ് ജാഅത് റുസുലു റബ്ബിനാ ബിൽ ഹഖ് വനൂദു അൻ തിൽകുമുൽ ജന്ന, വനൂദു അവരോട് വിളിച്ചു പറയപ്പെടും, വനൂദു അവരോട് വിളിച്ചു പറയപ്പെടും, അൻ തിൽകുമുൽ ജന്ന, അതാ സ്വർഗം എന്ന് വിളിച്ചു പറയും. ഈ വിളിച്ചു പറയുന്നത് മലക്കുകളാണെന്ന് പറയുന്നു. ആ വിളിച്ചു പറയുന്നത് എന്താണ്? മലക്കുകളാണെന്ന് പറയും. വനൂദു ഔ തഹ്നിഅതൻ ലഹും വ ഇക്റാമൻ വ തഹിയ്യതൻ വ ഇഹ്തിറാമൻ, അവർക്ക് ആദരവ്, അഭിവാദ്യങ്ങൾ, അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് സ്വർഗത്തുനിന്ന് വിളിച്ചു പറയും. ദാ സ്വർഗദാ ഊരിസ്തുമുഹാ ബിമാ കുന്തും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന നിമിത്തം നിങ്ങൾക്കത് അവകാശപ്പെട്ടിരിക്കുന്നു. ദാ എടുത്തോളി. സ്വർഗത്തിൽ നിർവൃതി കൊള്ളുമ്പോൾ സ്വർഗം നിങ്ങൾക്കെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ച് ആ സ്വർഗത്തിലേക്ക് അവരെ എന്ത് ചെയ്യും? ആനയിക്കപ്പെടുന്നതാണ്. നമ്മൾ വളരെ ഗൗരവമായിട്ട് എടുക്കണം സംഗതി. നമ്മൾ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളും പരിപാടിക്ക് നമ്മൾ കുറേ അമലുകളും വിഭാഗത്തുകളൊക്കെ ചെയ്യും. പക്ഷെ പൊതുവെ എന്താ വെച്ചാൽ സമൂഹത്തിന്റെ ഒരു ഭാഗമായി ചേർന്നത് കൊണ്ട് അങ്ങനെ ചെയ്യാന്നുള്ളതുള്ളൂ. തികഞ്ഞ യാഥാർത്ഥ്യബോധത്തോടുകൂടെ നാളെ പരലോകം വിചാരിച്ചു കൊണ്ട് തന്നെ എന്ത് ചെയ്യണം? അത് ചെയ്യാൻ സാധിക്കണം. അങ്ങനെയൊക്കെ ധാരാളം ആളുകൾക്ക് ജീവിതത്തിൽ അള്ളാഹു സ്വർഗനരകങ്ങൾ തീരുമാനിക്കുന്ന അവസരം കിട്ടും. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഒരാൾ ചോദിച്ചൊരു സംശയം, നമ്മളിതുവരെ കേൾക്കാത്ത സംശയം. അതായത് ഒരു പാവപ്പെട്ട ഒരു ആളുടെ സ്വത്ത് രണ്ടാമത്തെ തലമുറയിൽ വല്യപ്പ എന്ത് ചെയ്തു വെച്ചാൽ അപഹരിച്ചെടുത്തു. അയാളെ കയ്യൂക്ക് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തു? പാവപ്പെട്ട കുറച്ച് ആൾക്കാരെ സ്വത്ത് എന്ത് ചെയ്തു? അയാള് നാട്ടിൽ തന്നെ അയൽപക്കത്തുള്ള ഒരാളുടെ സ്വത്ത് എന്ത് ചെയ്തു? അന്യായമായി പിടിച്ചെടുത്തു. അങ്ങനെ പിന്നെ അത് അയാളുടെ സ്വത്ത് അയാളെ മകന് കിട്ടി. ആ മകന്റെ സ്വത്ത് എന്ത് ചെയ്തു? അടുത്ത പേരക്കുട്ടിക്ക് മകന് കിട്ടി.
അപ്പം അയാൾ കിട്ടിയതിൽ നല്ലൊരു സുന്ദരം വീടൊക്കെ ഉണ്ടാക്കി സുഖമായിട്ട് ജീവിക്കണം. അപ്പോഴാണ് ഇയാൾ ഈ വിവരം അറിഞ്ഞത്, ഈ സ്വത്ത് വല്യപ്പ എന്തായതാണ്, തികച്ചും അന്യായമായി 100% അന്യായമായി പിടിച്ചെടുത്തതാണ്. ഇപ്പം അയാൾ തീരുമാനിക്കും ഞാൻ ഈ താമസിക്കൂലെന്നാണ്. അതെന്ത് ചെയ്യണം, ആ ഉടമസ്ഥൻ ആരാണോ അയാൾക്ക് നീയും തിരിച്ചു കൊടുക്കും. ഒരു വിധ ആൾക്കാരൊക്കെ കണ്ണിമ്പല്ലേ ചെയ്യാം. നമ്മളിപ്പോൾ എന്താ വാപ്പ വല്യപ്പെടുത്ത് വലിയ വാപ്പി അത് അനുഭവിച്ചു. ഇനിയിപ്പോൾ നമുക്ക് അനന്തരാവകാശം കിട്ടിയല്ലേ, നമ്മളിപ്പോൾ എന്തിനെ പറ്റി ആലോചിക്കണമെന്ന്. ചിലപ്പോൾ എന്തിനാ ഇപ്പോൾ നമുക്ക് താമസിക്കാനും വീടൊക്കാനൊക്കെ ഇനി സ്ഥലം ഉണ്ടല്ലോ, അപ്പുറത്ത് വെക്കാം. എന്തിനാപ്പോൾ നമ്മളിത് ഇനി നമ്മളെ മക്കൾക്കും കൊടുത്തുകാണ്ട് എന്തിനാ നമ്മൾ കൊണ്ടു നടക്കുന്നത്? എത്ര ആൾക്കാർ എന്തൊക്കെ ആലോചിക്കുന്നുണ്ട് അറിയങ്ങൾ. ദുനിയാവിന് നഷ്ടം വരത്തക്ക വിധത്തിൽ സ്വർഗം കിട്ടാൻ അത് വിലക്ക് വാങ്ങാൻ ജീവിതം കൊണ്ടോ പണം കൊണ്ടോ അധ്വാനം കൊണ്ടോ ഒക്കെ മെനക്കെട്ടവരാണ് പൂർവികന്മാർ. തട്ടിമുട്ടി ഇങ്ങനെ പോയതല്ല ആരും. അങ്ങനൊന്നും ആരും പോയിട്ടില്ല. ഹസിബുത്തുമൻ തദ്ഖുലുൽ ജന്ന എന്നൊക്കെ ആയത്തോതിന് കോതലെന്നെ ഉള്ളു. അതിനെ പറ്റി ആൾക്കാരെന്തല്ല അതിൻ്റെ ഗൗരവത്തിൽ അതിനെപ്പറ്റി ഉൾക്കൊള്ളണില്ല. വെറുതെ കിട്ടൂല. ഞാൻ പറയും ഗൾഫിലൊക്കെ ചെന്നാൽ നമുക്കറിയും, അട്ടിക്കട്ടി കിട്ടുങ്ങാട്ട് കിടക്കുന്ന റൂമുകളുണ്ട്. 6 ലക്ഷം 8 ലക്ഷം വർഷത്തിൽ വാടക കൊടുത്തിട്ടേ ഫുട്ബോൾ കളിക്കാൻ വിശാലമായിട്ടുള്ള ഫ്ലാറ്റുകളിൽ താമസിക്കുന്ന ആൾക്കാരുണ്ട്. വേറെ ഉണ്ടാവും ഒരു ഫാമിലി, ഭാര്യയും ഒരു കുട്ടിയും. അതിനാണ് എന്ത് 6 ലക്ഷത്തിൻ്റെ 8 ലക്ഷത്തിൻ്റെയും റൂം. ഈ രണ്ടു കൂട്ടരും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഒരുത്തൻ്റെ അടുത്ത് അതിനുള്ള വരുമാനമുണ്ട്, മറ്റൊൻ്റെ അടുത്ത് ഇല്ല എന്നുള്ളതാണ് വ്യത്യാസം. അപ്പം ഈ സ്വർഗം എന്ന് പറയുന്ന അത്യുന്നതമായൊരു ലോകത്ത് മണിമന്ദിരങ്ങളും മണിമാളികകളും കിട്ടുന്ന ആളുകൾ അർഹതപ്പെട്ടവർക്ക് കൊടുക്കണത്, വെറുതെ കൊടുക്കല്ല. രക്തസാക്ഷിത്വം കൈവരിച്ച ആളുകൾ, വേദനിക്കുന്ന സമ്പത്ത് വളരെ വേദനാപൂർവ്വം കൊടുത്ത ആൾക്കാർ, സ്വത്തിൻ്റെ വലിയൊരു ഭാഗം ജാരിയായ സ്വതക്കൾക്ക് വേണ്ടി ചെലവഴിച്ച ആളുകൾ ഒക്കെ ത്യാഗം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, സ്വർഗം കിട്ടുന്നത്. വെറുതെ കിട്ടുന്നതല്ല. വനാദാ അസ്ഹാബുൽ ജന്നത്തി അസ്ഹാബൻ നാർ, സ്വർഗത്തിന്റെ ആളുകൾ നരകത്തിന്റെ ആളുകളെ വിളിക്കും. എന്നിട്ട് പറയും അൻഖദ് വജദ്ന മാ വഅദനാ റബ്ബുനാ ഹഖ്ക, ഞങ്ങളുടെ റബ്ബ് ഞങ്ങളോട് വാഗ്ദത്തം ചെയ്തത് യാഥാർത്ഥ്യമായി ഞങ്ങൾ അനുഭവത്തിൽ കണ്ടെത്തിയിരിക്കും. ഞങ്ങളുടെ റബ്ബ് ഞങ്ങളോട് പറഞ്ഞ സത്യമാണ് ഞങ്ങൾക്ക് ബോധ്യം. കാരണം എന്താ, സ്വർഗം ഞങ്ങൾ കാണല്ലേ, കണ്ണുകൊണ്ട് കാണല്ലേ സ്വർഗം. പ്രവാചകന്മാർ വന്ന് പറഞ്ഞതൊക്കെ സത്യം തന്നെയല്ലേ. ഇതാ സ്വർഗത്തിൽ എത്തിയിരിക്കുന്നു. ഫഹൽ വജത്തും മാ വഅദ റബ്ബുക്കും ഹഖ്ക, നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് വാഗ്ദത്തം ചെയ്തത് നിങ്ങൾ കണ്ടെത്തിയോ? നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് വാഗ്ദത്തം ചെയ്തത് നിങ്ങൾ കണ്ടെത്തിയോ? അപ്പൊ എന്താണ് അൻഖദ് വജദ്നാ മാ വഅദനാ റബ്ബുന ഹഖ്ക, ഞങ്ങളുടെ നല്ല അമലുസാലിയാത്തും തൗഹീദും ദീനൊക്കെ ഉണ്ടെങ്കിൽ സ്വർഗം കിട്ടുമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. അതിപ്പോ ഞങ്ങൾ കണ്ടു. തെറ്റുകളും കുഫറുകളും ആസികളും ഒക്കെ ചെയ്താൽ നരകത്തിൽ പോകുമെന്നും പറഞ്ഞിരുന്നല്ലോ, അതും സത്യമാണല്ലോ. അത് നിങ്ങൾക്കും ബോധ്യപ്പെട്ടില്ലേ എന്നെന്ത് ചെയ്യും, അവിശ്വാസികളോട് ചോദിക്കും. അപ്പൊ എന്താ പറയാ അവര്, കാലൂനഅം, അതേ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്നാണ്. അപ്പോഴത്തേക്കും എന്ത് ചെയ്യും, ഫഅദ്ദന മുഅദ്ദിനും ബൈനഹും, അവർക്കിടയിൽ നിന്ന് എന്ത് ചെയ്യും, ബൈന അഹ്ലിൻ നാരി വ അഹ്ലിൽ ജന്ന, സ്വർഗക്കാരുടെയും നരകക്കാരുടെയും ഇടയിൽ നിന്നും വിളിച്ചു പറയുന്ന ഒരാൾ ഉറക്കെ വിളിച്ചു പറയും, അൻ ലഅനത്തുല്ലാഹി അലൽ ളാലിമീൻ, അള്ളാഹുവിന്റെ ശാപം അക്രമികളുടെ മേലുണ്ടായിരിക്കുന്നതാണ് എന്ന് പറയുന്നു. അതായത് അള്ളാഹു ഇൻ ഫതഹല്ലാഹു ലഹും അബ്വാബ റഹ്മത്തിഹി, അവർക്ക് അള്ളാഹു എന്ത് ചെയ്യാണ്, സ്വർഗത്തിന്റെ അനുഗ്രഹത്തിന്റെ കവാടങ്ങൾ തുറന്നു കൊടുത്താൽ അവർ രക്ഷപ്പെട്ടു. തുറന്നു കൊടുത്തില്ലെങ്കിലോ അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ശാപകോപങ്ങളാണ് അവർക്കുണ്ടായിരിക്കുക. ഇനി നോക്കൂ, ഈ നരകത്തിൽ പോകുവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? അതാ പറഞ്ഞത്, അല്ലദീന യസുദ്ദൂന അൻ സബീലില്ലാഹ് വയബ്ഗൂനഹാ ഇവജാ വഹും ബിൽആഖിറതി കാഫിറൂൻ. അല്ലദീന യസുദ്ദൂന അൻ സബീലില്ലാഹ്, എന്തൊക്കെയാണ് അവിടെ കാര്യം? ഒന്നാമത്തത് എന്താണ്, അവര് വസദ്ദു അൻ സബീലില്ലാഹി ബി അൻഫുസിഹിം വസദ്ദു ഗൈറഹു, സ്വന്തം നിലക്ക് അള്ളാഹുവിന്റെ കൽപ്പനകളിൽ നിന്ന് അവർ അകന്ന് ജീവിച്ചു, പരമാവധി മറ്റുള്ള ആളുകളെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു. സത്യത്തിൻ്റെയും അസത്യത്തിൻ്റെയും ആളുകൾ എപ്പോഴും എന്താ വെച്ചാൽ
മറ്റുള്ളവർ അവരോടൊപ്പം വരാനും അവരുടെ ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനുമുള്ള നല്ല പരിശ്രമങ്ങൾ അവർ നടത്തിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ലോകത്തെ ഏറ്റവും ശക്തമായി തങ്ങളുടെ പ്രബോധനം നിർവഹിക്കുന്ന ആളുകളാണ് ഖാദിയാനികൾ. എവിടെയെങ്കിലും ഒരു ഖാദിയാനി ഉണ്ടെങ്കിൽ അയാൾ എന്തെങ്കിലും ഫുൾ ടൈം ഈ പരിപാടി ഉണ്ടെങ്കിൽ ആരത്തെങ്കിലും പോയിരിക്കുക, വർത്തമാനം പറയാം, അയാൾക്ക് പുസ്തകം കൊടുക്കുക, അയാളെ കൂട്ടിക്കൊണ്ടുപോകുക, എന്നെ വരും. സ്വയം തെറ്റുകയും മറ്റുള്ളവരെ എന്ത് ചെയ്യാണ് തെറ്റിക്കുകയും ചെയ്യുക. എന്നാൽ വേറെയുള്ളവരൊക്കെ എന്താ വെച്ചാൽ 100 ആളുണ്ടെങ്കിൽ 10 ആളെ ഈ പരിപാടി കിട്ടുള്ളൂ. ബാക്കി 90 ആളും എന്തുണ്ടാവില്ല, ആ കാര്യങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പം തെറ്റിൻ്റെ ആളുകൾ എന്ത് ചെയ്യും, അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള പരമാവധി ശ്രമങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കും. ശരിയായ മാർഗത്തിന് അവർ തെറ്റൊക്കത്തിലും ഇവജായിരിക്കും. നേർക്ക് നേരെ ഇസ്ലാമിക ശരീഅത്ത് എന്ത് പഠിപ്പിക്കണം അത് അവർക്ക് വേണ്ടി വരില്ല. എല്ലാം വക്രമായിട്ടേ സ്വീകരിക്കും. ഈ വിദേഹത്തിന്റെ ആൾക്കാരൊക്കെ നമ്മൾ പരിശോധിച്ചാൽ ഒറ്റ കാര്യം സുന്നത്ത് പ്രകാരം ചെയ്യുന്നില്ലല്ലോ, ഒറ്റ കാര്യം ചെയ്യില്ല. എന്തെങ്കിലും ഒരു വിഷയം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്താബഅത്ത് ചെയ്യണില്ല. എല്ലാറ്റിലും എന്തെങ്കിലും ഓരോ സ്വന്തം വക കൂട്ടിയിട്ടുണ്ടായി. ആലോചിച്ചു കണങ്ങൾ വക്രതയെ അവർ ആഗ്രഹിക്കുന്നു. വഹും ബിൽ ആഖിറതി കാഫിറൂൻ, പരലോകത്ത് അവരെന്താകുന്നു, അവിശ്വാസികളുമാകുന്നു. പരലോകത്തിൽ അവർ വിശ്വസിക്കുന്നില്ല. വഹാദല്ലദി ഔജബ ലഹുൽ ഇൻഹിറാഫ് അനിസ് സിറാത്ത് വലിഖ്ബാൽ ഇലാ ശഹവാത്തിൻ നുഫൂസിൽ മുഹറമ, നിഷിദ്ധമാക്കപ്പെട്ട ദേഹേച്ഛകളിലേക്ക് അവർ മുന്നിട്ട് വരുന്നു, ശരിയായ വഴിയിൽ നിന്ന് അവർ തെറ്റുകയും ചെയ്യുന്നു. എന്താണ് അതും ഈമാനിഹിം ബിൽ ബാസ്, മരിച്ചിട്ട് വരുന്നതിനെ കുറിച്ച് അവർക്ക് ശരിക്കുള്ള ഈമാനില്ല. ആദമു ഖൗഫിഹിം അൽ അദാബ് ഇഖാബ്, ശിക്ഷയെക്കുറിച്ചുള്ള ശരിക്കുള്ള പേടില്ല. പ്രതിഫലത്തെക്കുറിച്ചുള്ള ശരിയായ ആഗ്രഹമില്ല. അതൊക്കെയാണ് അവരെന്താവാൻ, ഈ നരകത്തിന്റെ ആളുകളായി തീരുവാനുള്ള കാരണം എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം, സ്വർഗം യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അതിലേക്ക് പ്രവർത്തിക്കുക. അപ്പൊ റമദാൻ വരാൻ പോവുകയാണ്. റമദാൻ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചാൽ കിട്ടുന്നത് ഏറ്റവും വലിയൊരു അവസരമാണ്. ഇതുവരെ എന്തെങ്കിലും തടസ്സം നമ്മുടെ പരലോക രക്ഷയ്ക്ക് വല്ലതും ബാക്കിയുണ്ടെങ്കിൽ, ഈ റമദാന്റെ മുമ്പ് മരിച്ചാൽ നമ്മുടെ പരലോകം നമുക്ക് പ്രതികൂലമാകുന്നൊരവസ്ഥയുണ്ടെങ്കിൽ അത്തരമൊരു വ്യക്തിക്ക് ആ അവസ്ഥയിൽ നിന്ന് പൂർണ്ണമായും രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു ചാൻസാണ് ഏത്, റമദാൻ. അത് ഉപയോഗപ്പെടുത്തിയിട്ടും മാറാൻ പറ്റാത്ത, രക്ഷപ്പെടാൻ പറ്റാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ജീവിതത്തിൽ അങ്ങനെ ഒരു അവസരം ഇല്ല. അതുകൊണ്ട് അതിനെ ശരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഉപയോഗിക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَنَزَعْنَا مَا فِي صُدُورِهِم مِّنْ غِلٍّ تَجْرِي مِن تَحْتِهِمُ الْأَنْهَارُ وَقَالُوا الْحَمْدُ لِلَّهِ الَّذِي هَدَانَا لِهَذَا وما كنا لنهتدي لولا أن هدانا الله لقد جاءت رسل ربنا بالحق ونودوا أن تلكم الجنة أورثتموها بما كنتم تعملون ونادى أصحاب الجنة أصحاب النار أن قد وجدنا ما وعدنا ربنا حقا
ഫഹൽ വജദ്തും മാ വഅദ റബ്ബുക്കും ഹഖ്ഖാ ഖാലൂ നഅം فأذن مؤذن بينهم اللعنة الله على الظالمين الذين يصدون عن سبيل الله ويبغونها عوجا وهم بالآخرة كافرون